ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ കാണാൻ പോകുന്നൊരു BR റാങ്ക്ഡ് മാച്ച് ഗെയിം പ്ലേ ആണ്. ഇവിടെ 18 മാപ്പാണ് വന്നിട്ട് നമ്മൾ ബ്രസീലിൽ ഇറങ്ങുകയാണ്. നമ്മുടെ സ്ക്വാഡുമായിട്ട് ഫുള്ള് നമ്മൾ ബ്രസീലിൽ ഇറങ്ങുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതിന് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് കാണണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മളുടെ ബ്രസീലിനായിട്ട് ഇറങ്ങുകയാണ് ഗൈസ്. ഇവിടെ അത് ഫുൾ എനിമിയാണ്. നമ്മൾ ആ സെൻറ്ററിൽ കാണുന്ന വീട്ടിലോട്ടൊക്കെ ഇറങ്ങാനാണ് നോക്കുന്നത്. ആ വീട്ടിനകത്ത് കയറിയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഫ്രണ്ട് നോക്കുമ്പോൾ ഒരു എനിമി അവരെ ഡൗണായി, നമ്മളെ ഡൗണായി ഗൈസ്. നമ്മൾ രണ്ടും ഇവിടെ ഡൗണായി. നമ്മുടെ ടീമിൻ്റെ അടുത്ത് പൊക്കാനൊന്നും ഇവിടെ ടീം അടുത്തില്ല. അങ്ങനെ ലോങ്ങിലാണ് ടീം ഒന്ന് പൊക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, ടീം നമ്മളെ അടിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ടീമും കാര്യങ്ങളൊക്കെ പൊക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ടീം പൊക്കി വിട്ടിട്ടുണ്ട്. നമ്മളിവിടെ ക്യാമ്പ് സൈറ്റിലാണ് ഇറങ്ങുന്നത് തിരിച്ച്. നമ്മുടെ ആ ഒരു കില്ല് കിട്ടിയിട്ടില്ല. അതിന് ഇവിടെ പൊക്കിയിട്ടുണ്ട്. നമ്മൾ ക്യാമ്പ് സൈറ്റിൽ ഇറങ്ങി കുറച്ച് ലൂട്ടൊക്കെ എടുത്ത് അവിടെ ഫ്രണ്ടിലാതെ ഫൈറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമുക്ക് അവിടെ M4 കിട്ടി ലോങ് റേഞ്ച് അടിക്കാൻ. M4 ലോങ് റേഞ്ച് അടിക്കാൻ കിട്ടി. പിന്നെ ഷോട്ട് അടിക്കാൻ UMP കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ കളി ഫുള്ള് റഷ് അടിച്ചടിക്കാനാണ്. നമ്മൾ ക്യാമ്പ് ചെയ്ത് കളിക്കത്തില്ല, ഫുള്ള് റഷ് കളിക്കാനാണ്. നമ്മൾ മുടി അടിക്കാൻ നോക്കുന്നതാണ്. മാക്സിമം നമ്മൾ മുടി അടിക്കാൻ ട്രൈ ചെയ്യുന്നതാണ്. നമുക്കിവിടെ ഓഗും UMP കളിച്ചിട്ട് നമ്മൾ AC ടീം MP40 ആക്കിയിട്ടുണ്ട്. നമ്മുടെ ടീം പറയുന്നുണ്ടായിരുന്നു ഗൈസ് അവിടെ ഫൈറ്റ് നടക്കുന്നത്, അവിടെ എനിമി ഉണ്ടെന്ന്. നമുക്ക് ഇവിടുന്ന് പയ്യെ ടീമിൻ്റെ അടുത്തോട്ട് കയറണം. നമുക്ക് ആ ഫ്രണ്ടിൽ കിടക്കുന്ന ജീപ്പ് എടുത്തോണ്ട് പോവാം. നമ്മൾ ജീപ്പ് കാര്യങ്ങളൊക്കെ എടുത്ത് ടീമിൻ്റെ അടുത്തോട്ട് നമ്മൾ പോവുകയാണ് ഗൈസ്. അവിടെ എനിമി കാര്യങ്ങളൊക്കെ അവന്മാരൊക്കെ അടിച്ചിടുന്നുണ്ടായിരുന്നു. നമ്മൾ വണ്ടി ഓടിച്ചങ്ങോട്ട് ചെന്നപ്പോഴേക്ക് ഒരു എനിമി ഫ്രണ്ടിലോട്ട് ഓടി വരുന്നുണ്ടായിരുന്നു. എനിക്കൊന്ന് അവസാനത്തെ പേരായിരിക്കാം ടീമിൽ. അവിടെ ഓടുന്നത് നമ്മൾ ആ ടീം വെച്ച് അവിടെ ഇടിച്ചെങ്കിൽ ആ ടീം വൈപ്പോടൊന്നും കാണിച്ചില്ല ഗൈസ്. എന്തോ അറിയാൻ വയ്യ. ടീം വൈപ്പോട്ടൊന്നും കാണിച്ചിട്ടില്ല. ആ സ്റ്റേജിൽ എന്തോന്ന് അറിയാൻ വയ്യ. അപ്പോൾ ഇവിടെ ഡ്രോപ്പ് എടുക്കുകയാണ്. നമുക്ക് ഡ്രോപ്പ് ചെയ്തോലെ കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ടീം കാണുന്നത് നമുക്ക് നമ്മുടെ SPD ഇറങ്ങുന്നുണ്ടായിരുന്നു. നമുക്ക് വേണ്ട നമ്മൾ SKS MP40 ഇട്ടാണ് നമ്മൾ കളിക്കാൻ നോക്കുന്നതാണ്. ടീം സ്കാർ ഫസ്റ്റൊക്കെ മാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് വേണ്ട ഗൈസ്, നമ്മൾ SKS ഇട്ടിറങ്ങി. അങ്ങനെ ഗൈസ് നമ്മൾ സോൺ പിടിച്ച് അവിടെ ലൂട്ടി സെറ്റായ സോണിൻ്റെ വെളിയിലോട്ട് ഇറങ്ങുമ്പോഴാണ് ടീം പറയുന്നത് അവിടെ ഫ്രണ്ട് എനിമി ഉണ്ടെന്ന്. അവിടെ വേറെ സ്കോർ വന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ വേറെ സ്കോർ ഫൈ എടുക്കുന്നുണ്ട്. നമ്മൾ SKS എടുത്ത് മാക്സിമം ലോഗ് ചെയ്ത് അടിക്കാൻ നോക്കാം. ഷോട്ട് കയറുന്ന അവിടെ കുറേ സ്കോറുണ്ട് ഗൈസ്. ലോഗ് ഈ അവിടെ എനിമി ഉണ്ട് ഗൈസ്. നമ്മൾ കയറി നോക്കാം. നമ്മൾ ടീമിൻ്റെ അടുത്ത് എനിമി ഉണ്ട്. നമ്മൾ കയറി അടിച്ചിട്ട് നോക്കാം. കയറി നോക്കുമ്പോൾ ഗൈസ് ഫ്രണ്ടിലാതെ കൊടുത്തത് നേരെ മാക്സിമം ഒരു അടിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ ലൂട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ട് നമ്മൾ സോ പിടിക്കണം ഗൈസ്. ഫ്രീ ഫയറിന് എക്സ്ട്രാ കിടക്കുന്നത് നമുക്ക് വേണ്ട SKS കളിക്കാം. നമ്മൾ ലൂട്ടെല്ലാം എടുക്കുവാണ്. ഇവിടെ ലൂട്ടെല്ലാം എടുത്ത് സെറ്റായിട്ട് നമ്മൾ ഇറങ്ങി സോ പിടിക്കും. നമ്മൾ ടീമിൻ്റെ വണ്ടിക്കാൻ നേരം നമ്മൾ ചാടി വേറെ സ്കോഡുണ്ട്. ഒരിക്കലും ഫുള്ളടി തറയുന്ന സൈഡിൽ നിന്ന് എല്ലായിടത്തും മാറി പറക്കിയിട്ടുണ്ട്. മൂവൊക്കെ അടിച്ച് പൊട്ടിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ടീമിനെ നമ്മൾ കൊണ്ട് പൊട്ടാനായിട്ട് നോക്കുകയാണ്. ഫ്രണ്ടിൽ നിന്നൊക്കെ അടിക്കുന്നത് സൈഡ് എല്ലാ അടിച്ചിട്ട് ഇവിടെ നിന്ന് പണിയാണ് ഗൈസ്. ഇവിടെ നിന്ന് നമ്മൾ പടമാകും. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പയ്യെ അങ്ങ് വരിക ഗൈസ്.
കയ്യിലൊരു ലോഞ്ച് ബാർ ഉണ്ടായിരുന്നു, അത് നമ്മൾ ഇട്ടിട്ട് പറന്ന് ലോഞ്ച് ബാറിട്ട് നമ്മൾ സോണിൻ്റെ വെളിയിലോട്ട് പറഞ്ഞിട്ടുണ്ട്. എനിമി ഗൈസ് അടിക്കുന്നുണ്ടായിരുന്നു ഗൈസ്. നമ്മൾ ലോഞ്ച് ബാറിട്ടപ്പോൾ നമ്മുടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഫ്രണ്ടിൽ കാര്യമാണ് എനിമിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ 2 എനിമിയെ കണ്ടിട്ടുണ്ട് ഫ്രണ്ടിൽ സ്പോട്ടായിട്ടുണ്ട്. നമ്മൾ അവനെ അടിക്കാനാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഫ്രണ്ടിലത്തെ ആ വീട്ടിലാണ് എനിമി ഉള്ളത്. അപ്പോൾ ഗൈസ് നമ്മൾ നേരത്തെ നമ്മൾ ആ നേരെടുത്ത് എറിഞ്ഞ എനിമി ഉണ്ടല്ലോ, നമ്മൾ ഫിനിഷ് ചെയ്ത നേരത്തെ ആ എനിമിയുടെ വീണ്ടും കളിക്കുമ്പോൾ അവിടെ തന്നെ വീണ്ടും എടുത്തിട്ടുണ്ട് ഗൈസ്. അവിടെ തന്നെ വീണ്ടും ഫിനിഷാക്കി നമ്മുടെ കീഴിൽ തന്നെ വന്ന് ഗൈസ്. നോക്കുമ്പോൾ സോണിനകത്ത് വേറെ പോയിട്ടാണ് മാക്സിമം കക്കെടുത്തോണ്ട് വേണം. നമ്മൾ കക്കടിച്ച് കൊടുക്കുന്നത് നമ്മുടെ ടീം കുപ്പിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ അവിടെ ഫിനിഷാക്കി കൊടുക്കാം. അങ്ങനെ നമുക്ക് ആ എനിമിയുടെ ലൂട്ടൊക്കെ എടുത്ത് സെറ്റ് ആയതിനു ശേഷം നമുക്ക് സോണിന് വെളിയിലോട്ട് പോകാം. ടോക്കനൊക്കെ എടുത്ത് എല്ലാം സെറ്റ് ആയതിനു ശേഷം നമുക്ക് സോണിന്റെ വെളിയിലോട്ട് പോകാം. സപ്ലൈ ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ സാധനം കുഴപ്പമുണ്ടാണ്, അത് നമ്മൾ യൂസ് ചെയ്ത് ഇവിടെ ലൂട്ടൊക്കെ ലൂട്ടിയിട്ട് നമ്മൾ വണ്ടി സോണിന്റെ വെളിയിലോട്ട് പോകും. ടീമെല്ലാം ഫസ്റ്റിലെ സോണിന്റെ വെളിയിലോട്ട് പോകുന്നുണ്ടായിരുന്നു. നേരത്തെ നമ്മുടെ സപ്ലൈ യൂസ് ചെയ്തില്ല, നമുക്ക് സപ്ലൈ എടുക്കാം. സൂപ്പർ ബണ്ടും വെസ്റ്റും ലെവൽ 4 വെസ്റ്റും നേരെ വണ്ടി എടുത്തുകൊണ്ട് നമ്മൾ കാർ എടുത്തോണ്ട് നേരെ നമ്മൾ സോണിന്റെ വെളിയിലോട്ട് പോകും. ടീമിന് എടുത്തോണ്ട് പോകും. ടീമിന് ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അവർ പറയുന്നുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അവിടെ ഭയങ്കര ഫൈറ്റാണ്. ടീമിന് കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമുക്ക് മാക്സിമം സപ്പോർട്ട് എടുക്കാം ടീമിന്. നമ്മുടെ ഫ്രണ്ട് 2 പേരുണ്ട് ഗൈസ്. ഫ്രണ്ട് 2 പേരെ സ്പോട്ടായിട്ടുണ്ട്. ആ ഫൈറ്റൊക്കെ ആണ് ഇരിക്കുന്നത് നിൽക്കുവാന്ന് തോന്നുന്നു. ബ്രസീലിയുടെ മണ്ടയ്ക്കാണ് ഇരിക്കുന്നത്. ഇവിടെ ഫുൾ എനിമീസാണ്. അവരെ വെളി കാണുന്നില്ല. നമ്മളൊരു ഫ്ലെയർ കണ്ട് ഇട്ട് നോക്കി, എന്നിട്ട് അവരെ വെളിയിലോട്ട് കാണുന്നില്ല. നമുക്ക് പയ്യെ അടിച്ചു നോക്കാം, ഗ്ലൂ അടിച്ച് പൊട്ടിച്ച് നോക്കാം. നമ്മുടെ ഒരു ടീമിൽ നമ്മുടെ ഒരുത്തരെ ഡൗൺ ആക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഗ്ലൂ ഇട്ട് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അവൻ 2 പേരുണ്ടായിരുന്നു. നമ്മളെ SKS തലയെ അടിച്ചൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. നമ്മളൊരു ഫ്ലെയർ കണ്ടിട്ട് രണ്ടാമത്തെ നമ്മൾ മാക്സിമം ഡാമേജ് അടിച്ചിട്ട് 2 നോക്കിലായി 2 പേരെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് വേറെ ലോകം തരും ഗൈസ്. നമ്മൾ സൂപ്പർ ബണ്ട് കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റായതിനു ശേഷം നമുക്ക് അവനെ അടിക്കാം ഗൈസ്. നമ്മുടെ സ്കില്ല് ഇതിനായിട്ട് കിട്ടിയിട്ടില്ല ഗൈസ്. സ്കില്ല് എന്തുവാന്ന് അറിയാൻ പറ്റും ഗൈസ്. സ്കില്ല് കിട്ടിയിട്ടില്ല ഇതിനായിട്ട്. ആ സ്കില്ല് കിട്ടിയിട്ടുണ്ട്, 1 കിലോ കിട്ടിയിട്ടുണ്ട്. നമുക്ക് 1 കിലോ കിട്ടാറുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഗൈസ് 20 അവിടെ 1 ഷോട്ടായിരുന്നു. ആ ടീമിലെ അവസാനത്തെ പേരായിരുന്നു ഗൈസ്. സ്കോഡ് വൈപ്പായിരുന്നു. സ്കോഡ് വൈപ്പൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. ആ സ്കോഡിനെ ഫുൾ അങ്ങ് വൈപ്പ് എടുത്തിട്ടുണ്ട്. റിപ്പയർ കാര്യങ്ങൾ സെറ്റാക്കി നമുക്ക് സോൺ പിടിച്ച് തടഞ്ഞോട്ട് പോകും. നമ്മൾ ബ്രസീലിയയുടെ സൈഡിൽ കൂടെ ആണ് പോകുന്നത്. ഫ്രണ്ട് ഡ്രോപ്പും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അവിടെ എനിക്കുണ്ട് വോയിസ് ഇത് വണ്ടി എടുത്തോണ്ടൊക്കെ ഒരു എനിക്ക് ആ വീടിൻ്റെ മണ്ടയ്ക്ക് ഫുൾ എനിക്ക് നമ്മുടെ ടീം അതായത് ഒറ്റയ്ക്ക് കയറ്റത്. നമുക്ക് അവരെ ഒരുത്തരെ ഡൗൺ ആക്കുന്നുണ്ട്. നമ്മളൊരു ഡൗൺ ആക്കുന്നുണ്ട്. അവരെ മിക്കവാറും പൊക്കി എടുക്കാം. നമുക്ക് ഞാൻ കില്ല് കിട്ടുന്നു. നമ്മുടെ ടീമിനെ ഒരുത്തരം അവൻ അടിച്ചിട്ടുണ്ടായിരുന്നു. സോണിൽ വേറെ ഫൈറ്റ് എടുക്കുന്നു. അപ്പോൾ മാക്സിമം SKS ഡാമേജ് എടുത്തിട്ടുണ്ട്. അവൻ ഗ്ലൂ കിട്ടും. 2 പേര് സോണിൽ ഇവിടെ ഫുൾ അടിക്കും. ഫൈറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് ടീമിക്ക്. അപ്പോൾ മാക്സിമം SKS ഡാമേജ് എടുക്കാൻ നോക്കുന്നുണ്ട്. നോക്കിയിരിക്കുന്ന രീതിക്ക് അവിടെ ഗ്ലൂ ഒക്കെ നമുക്ക് അടിച്ചു പൊട്ടിക്കാൻ കഴിയും. ആ മരത്തിൻ്റെ ബാക്കിലാണ് അവൻ കവർ എടുത്തിരിക്കുന്നത്. നമ്മൾ ആ മാക്സിമം അടിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ അടിക്കാൻ പറ്റിയിട്ടില്ല. ഇതിന് അവരെ വേറെ ആരായിട്ട് അടിച്ചിട്ടുണ്ട്, വേറെ എനിമി അടിച്ചിട്ടുണ്ട്. നോക്കുമ്പോൾ ആ വീടിനകത്ത് ഫുൾ എനിമി. നമ്മൾ മരത്തിൻ്റെ ഇടയ്ക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടിപ്പോയ 10-15 HP ആണ് തോന്നുന്നു. നമ്മളിവിടെ നോക്കി കളിക്കുന്നത് 4 സൈഡിൽ എനിമിയാണ് ഗൈസ്. 4 സൈഡിലും എനിമിയാണ്. മാക്സിമം നമ്മുടെ ഈ ഒരു ട്രക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായത് നമ്മൾ അതൊക്കെ ഇട്ട് നമ്മുടെ ടീമാണ് ലോഞ്ച് വാറൊക്കെ അടിച്ചു കൊടുക്കുക. ഫ്രണ്ടിനാണെന്ന് അറിയാം. ഫ്രണ്ടിൽ നിന്ന് അടിക്കുന്നുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ മാക്സിമം അവരെയൊക്കെ ഡൗൺ ആക്കിയിട്ട് അവരത് ഡിമിതിനെയൊക്കെ ഇട്ട് പൊക്കാനായിട്ട് പോകുന്നു. നമ്മളെ ഫിനിഷ് ആക്കി ചെയ്തിട്ടുണ്ട്. 8 കില്ലും
9 ഇല്ല ലൈവ് ഗൈസ്. നമ്മള് ലോകിക്കുന്ന ഒരുത്തരൊക്കെ അടിച്ച് ഡൗണാക്കിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 9 ഇല്ല് ആയിട്ടുണ്ട് ഗൈസ്. ആരായിരുന്നു ലൈവ് നമ്മള് മാക്സിമം ലോഗ് ചെയ്ത് അത് എനിക്ക് കൊടുത്തു. നമ്മുടെ ലൈഫ് കുറഞ്ഞു. നമുക്ക് പയ്യെ സോമണി ഗൈസ്. ഒരു മെഡുകാരൊക്കെ അടിച്ച് സെറ്റായിട്ട് നമുക്ക് ഫ്രണ്ടിലോട്ട് കയറാം. എനിക്ക് തോന്നുന്നു നമ്മുടെ രണ്ടുപേരും പിന്നെ ഒരു ഫുൾ സ്കോഡ് കൂടെ ഉള്ളതെന്ന് തോന്നുന്നു ഗൈസ്. മാക്സിമം നമുക്ക് ഈ കളി അടിക്കാനായിട്ട് നോക്കുന്നതാണ്, ട്രൈ ചെയ്യുന്നതാണ്. നമ്മൾ ലോകിക്കുന്ന എനിക്ക് നല്ല ഡാമേജ് കൊടുത്തു ഗൈസ്. നല്ല ഡാമേജ് കൊടുത്തു. നല്ല പൊട്ടിയിട്ടുണ്ട് ഗൈസ്. നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആർസലിലെ കാര്യങ്ങളിലൊക്കെ കവർ പിടിച്ചാണ് നമ്മൾ നിൽക്കുന്നത്. മാക്സിമം നമ്മൾ ആർസലിലെ കവർ പിടിച്ചാണ് നിൽക്കുന്നത്. ഗൈസ് ഒരു പ്രശ്നമുണ്ട് ഗൈസ്. അവന്മാർക്കാണ് സോള്, നമ്മൾക്കല്ല സോള്. ഫ്രണ്ടിലാണെങ്കിൽ അവന്മാർക്കാണ് സോള്. നമ്മളിവിടെ സോള് പെട്ട് കിടക്കും. അപ്പോൾ ആർസലിനൊക്കെ ബുദ്ധിമുട്ടില്ല. നമ്മൾ ലാൻഡ്ഗേറ്റ് കാര്യങ്ങളൊക്കെ അടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലോകിക്കുന്ന എനിക്ക് നല്ല ഡാമേജ് കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. മാക്സിമം ഇവിടെ കവർ എടുത്തേക്ക് നമ്മൾ ലോകിനെ അടിച്ച് ഔടാക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ വേറെ ലോകിന് വേറെ അടി ഗൈസ്. നമ്മളൊരു സൂപ്പർ ബെഡുകാരനൊക്കെ അടിച്ച് സെറ്റാക്കി നമ്മുടെ ഒരുത്തനെ അടിച്ച് ഔടാക്കി ഗൈസ്. അവിടെ ഒരു പൊക്കാനാണ് വരുന്നത്. അവന്മാരത് കയ്യിലോട്ട് എല്ലാം അടിച്ചു വാരി ഇടുന്നുണ്ടായിരുന്നു. ലോകിക്കുന്നത് ഡാമേജ് കൊടുത്ത് ജില്ലാ ടീമാണെന്നാണ് തോന്നുന്നത്. എൻ്റെ ഒരു ന്യൂസ് നമ്മുടെ വെസ്റ്റൊക്കെ അടിച്ച് രാവിലെ നമ്മളാണെങ്കിൽ സൂടൊന്നും അറിയാതെ പോയി മൊത്തത്തിനെ കാണിച്ചു. അവസാനം സൂടൊക്കെ അവസാനം നമ്മൾ കാണുകയാണ്. നോട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട